നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു അസർബൈജാനിൽ വെച്ച് ഒരു വിമാനം അഗ്നിക്കിരയായത്. ഏകദേശം 70-ലധികം യാത്രക്കാരുമായി പോയ വിമാനത്തിന് എന്താണ് സംഭവിച്ചത്? ഉടൻ തന്നെ ഉക്രൈൻ കൃത്യമായൊരു മറുപടിയുമായി രംഗത്ത് വരുന്നു. കസാക്കിസ്ഥാൻ വിമാനാപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് റഷ്യയാണ്. വിമാനത്തെ വെടിവെച്ചിട്ടത് യാത്രക്കാരുമായി യാത്ര ചെയ്ത യാത്രാ വിമാനത്തെ റഷ്യ വെടിവെച്ചിട്ടു എന്നുള്ള ഗുരുതരമായ ആരോപണം തന്നെ ഉക്രൈൻ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം സാക്ഷിയായി മാറിയിരിക്കുന്നത് ഒരു മലയാളി കൂടി. ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പല തവണയായി അതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. നമുക്കിവിടെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം മാത്രമാണത് ഇവിടെ പങ്കുവയ്ക്കാത്തത്. കാരണം നിരവധി ആളുകളുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ട കത്തിയമർന്ന ഒരു വിഷ്വൽ ആയതുകൊണ്ട് തന്നെയാണ്, ഒട്ടനവധി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ദൃശ്യങ്ങൾ ഇവിടെ അത് പങ്കുവയ്ക്കാത്തത്. പകരം ചില ചിത്രങ്ങളിലൂടെ തന്നെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. പലതവണയായി ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും ലാൻഡ് ചെയ്യാൻ കഴിയാതെ ഏതു തരത്തിലുള്ള പാകപ്പിഴയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് ഉയരുന്നത്. കസാക്കിസ്ഥാനിൽ അസർബൈജാൻ എയർലൈൻസിന്റെ യാത്രാ വിമാനം തകർന്ന് 38ഓളം പേർ മരണപ്പെട്ടത് ഇന്നലെ ആയിരുന്നു പുറത്തു വന്നത് ആ വാർത്ത. നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു, ചിലരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു. മോശം കാലാവസ്ഥ കാരണം വിമാനം വഴിതിരിച്ചു വിട്ടുവെന്നും അക്തൂ നഗരത്തിന് സമീപത്തെ വിമാനത്താവളത്തിലേക്ക് ഇത് എമർജൻസി ലാൻഡിംഗ് നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഇതിന് പിറകിൽ സംഭവിച്ചത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കസാക്കിസ്ഥാനിലുണ്ടായ വിമാനാപകടത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെ നേരിട്ട് കണ്ട ഒരു മലയാളിയും പ്രമുഖ മാധ്യമത്തോട് ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ നിരവധി ആളുകൾ സാധാരണ ജനങ്ങൾ തന്നെയാണ്. എന്നാൽ രക്ഷപ്പെട്ടവരിൽ ഒരാൾ പകർത്തിയ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നുമുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ലോകത്തെ അമ്പരപ്പിക്കുന്നത്. വിമാനത്തിന് അകത്തുനിന്ന് അപകടത്തിന് തൊട്ട് മുൻപ് അകത്തുള്ള അലർച്ചയും ദൈവവിളിയും ഒക്കെ തന്നെ ഏവരും വീഡിയോ ദൃശ്യങ്ങളിൽ പകർത്തിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി പ്രചരിക്കുന്നുണ്ട്. ഒപ്പം ഓരോ ഭാഗങ്ങളിലായി തകരാറിലാവുന്നതും ഏറ്റവും ഒടുവിൽ വിമാനം തകർന്ന് തരിപ്പണമായി അഗ്നിക്കിരയായതും യാത്രക്കാർ ചിന്നിച്ചിതറി കിടക്കുന്നതുമൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളിലൂടെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറുന്നുണ്ട്. എന്നാൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ഈ വിമാനം അപകടത്തിൽപ്പെട്ടു? സാങ്കേതിക തകരാറാണോ? മറ്റു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അതോ മറ്റേതെങ്കിലും കാരണമാണോ? ഇതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അസർബൈജാന്റെ പ്രസ്താവന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മോശം കാലാവസ്ഥ കാരണം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചുവെന്ന് പറയുന്നു. എന്നാൽ റഷ്യൻ ഇൻലൈൻസ് ഏജൻസികൾ പറയുന്നു ഈ വിമാനത്തെ ഒരു പക്ഷി ഇടിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് ഉക്രൈനും അതുപോലെ തന്നെ ചില പാശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത് ഇതിന് പിന്നിൽ കാലാവസ്ഥ മോശമായതോ പക്ഷി ഇടിച്ചതോ അല്ല, പകരം റഷ്യൻ ആക്രമണമാണെന്നാണ്. റഷ്യക്കെതിരെ ഒട്ടനവധി തെളിവുകളും ഇതോടൊപ്പം തന്നെ ഉക്രൈനിയൻ മാധ്യമങ്ങൾ നിരത്തുന്നുണ്ട്. അസർബൈജാൻ ആവർത്തിച്ചു പറയുന്നതനുസരിച്ച് മോശം കാലാവസ്ഥ ഉണ്ടായപ്പോൾ വിമാനം വളരെ വേഗത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്താൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴും പറയുന്ന ഒരു കാര്യം, മോശം കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു വിമാനത്തിന് മാത്രം സംഭവിക്കുന്നതാണോ? അവിടെ മറ്റ് വിമാനങ്ങളും ലാൻഡ് ചെയ്തിരുന്നില്ലേ? അവർക്കൊന്നും തന്നെ ഈ പ്രശ്നം ഇല്ലായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപകടമുണ്ടാകുന്നതിന് മുൻപും അതിനുശേഷവും ഈ പറയുന്ന മോശം കാലാവസ്ഥ ഇല്ലായിരുന്നു എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ തന്നെ എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ട രീതിയിൽ ചില മറ്റു വശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശരിയായ രീതിയിലല്ല ആ ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് പൈലറ്റിന്റെ പാകപ്പിഴയാണോ? അത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. മോശം കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിലൂടെ പറയുന്നത് മാത്രമാണ്. ശരിയായ കാരണം ഒരിക്കലുമല്ല. ഇതിന്റെ പൂർണ്ണ വിവരം ലഭിക്കണമെങ്കിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ശേഖരിച്ചാൽ മാത്രമേ കഴിയൂ. അത് വിശകലനം ചെയ്ത് തകർന്ന വിമാനത്തിൽ നിന്നും അത് വീണ്ടെടുത്തിട്ടുണ്ട്. അതിലൂടെ തന്നെ വളരെ വേഗത്തിൽ വിവരം പുറം ലോകത്തിന് അറിയാൻ കഴിയുമെന്നും അസർബൈജാൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. പക്ഷേ റഷ്യ പറയുന്നതനുസരിച്ച് പക്ഷി ഇടിച്ചു, എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. പ്രാഥമിക അന്വേഷണത്തിലൂടെ ഇത് വളരെ വ്യക്തമായി എന്നാണ് റഷ്യയിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. വിദഗ്ധരൊക്കെ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. പക്ഷി ഇടിച്ചാൽ സംഭവിക്കുന്ന ഒരു ദുരന്തമല്ല ഇത്. അങ്ങനെ ഒരു പക്ഷിയുമായൊരു കൊളിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വിമാനത്തിന്മേലുള്ള നിയന്ത്രണം പൈലറ്റിന് ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കും.
എന്ന് വെച്ച് ഇങ്ങനെ ഒരു വലിയ അപകടത്തിലേക്കൊന്നും തന്നെ അത് കൊണ്ടുചെന്ന് എത്തിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അപകട സാധ്യത വളരെ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതാണ് ഉക്രൈൻ ഇവിടെ എടുത്തു കാട്ടുന്നത്. ഉക്രൈനിയൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആൻഡ്രി കൊവലാങ്കോ ആണ് ഒരു എക്സ് പോസ്റ്റിലൂടെ റഷ്യയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ചില വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. റഷ്യ തന്നെയാണ് ഈ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയത്. മിസൈൽ പ്രതിരോധ സംവിധാനത്തിലെ ആയുധങ്ങൾ പ്രയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ. അതല്ല എങ്കിൽ ഒരു മിസൈൽ ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം ഈ വിമാനത്തെ തകർത്തിരിക്കുന്നത്. ശത്രു വിമാനം എന്ന രീതിയിൽ ആക്രമിച്ചതാകാം. അതല്ല എങ്കിൽ മനഃപൂർവ്വം ഇങ്ങനെ ഒരു നീക്കം നടത്തിയതാകാമെന്നും ഇദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് റഷ്യൻ ആക്രമണം എന്നുള്ളതിൻ്റെ സാധൂകരിക്കുന്ന തെളിവുകളും ഇതോടൊപ്പം തന്നെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു വിമാനം തകർന്നു വീഴുമ്പോഴുണ്ടാകുന്ന പരിക്ക്, അതിൻ്റെ അപകട സൂചനകൾ ഇതൊന്നുമല്ല ഈ വിമാനത്തിൽ കണ്ടിരിക്കുന്നത്. തകർന്ന വിമാനത്തിൻ്റെ വാലറ്റമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വിമാനം നിയന്ത്രണം വിട്ട് തന്നെയാണ് താഴേക്ക് പതിച്ചത് എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ വ്യക്തമായ ഒരു വിഷയം തന്നെയാണ്. പക്ഷേ വിമാനത്തിൻ്റെ ടെയിൽ എൻഡിൽ കണ്ട ചില ഹോളുകൾ, ദ്വാരങ്ങൾ, ഇത് തന്നെയാണ് റഷ്യക്കെതിരെയുള്ള സംശയം ബലപ്പെടുത്തുന്നത്. ഇതിനേറെ പറയുന്നു, ഇത്രയും വലിയൊരു വിമാനമാണെങ്കിലും അതിൻ്റെ വിങ്സിലോ അല്ലെങ്കിൽ ടെയിൽ എൻഡിലോ ഒരു ചെറു സുഷിരമിടാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താനായി സാധിക്കും. അപകടത്തിൽപ്പെടുന്ന വിമാനങ്ങളിൽ വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിക്കാറുണ്ട്, അത് ശരിയാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു സുഷിരം, ഒരു ഹോൾ, ഇത്രയും വലിയൊരു ദ്വാരം അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത് സാധാരണഗതിയിൽ മിസൈലുകളോ അല്ലെങ്കിൽ മറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളോ കൊണ്ട് വെടിവെച്ചിടുമ്പോഴുണ്ടാകുന്ന ഒരു സൂചന തന്നെയാണ്. അതിലൂടെ തന്നെയാണ് കൂടുതൽ റഷ്യക്കെതിരായിട്ടുള്ള ആരോപണം ഉയരുന്നത്. ഈ വിമാനം ചെച്നിയയിലേക്കായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഈ മേഖലയിലൊക്കെ അന്ന് രാവിലെ റഷ്യൻ ഡ്രോണുകൾ ആക്രമണം നടത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഉക്രൈനെതിരായിട്ടുള്ള ആക്രമണം തന്നെയാണ് ആ മേഖലയിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഉക്രൈനെ ലക്ഷ്യം വെച്ചത് മാറി ഈ എയർലൈൻസിലേക്ക് കൊണ്ടതായിരിക്കാം എന്നുള്ള ആരോപണം തന്നെയാണ് ഉക്രൈനിയൻ അധികൃതരും പങ്കുവയ്ക്കുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു കസാഖിസ്ഥാനിലെ അക്തൌവിൽ 38 പേരുടെ മരണത്തിനിടയാക്കിയ അസർബൈജാൻ എയർലൈൻസ് ദുരന്തം സംഭവിച്ചത്. 67 യാത്രക്കാരും 5ഓളം ജീവനക്കാരുമായിരുന്നു ഈ വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 29 പേർ രക്ഷപ്പെട്ടു. അസർബൈജാനിലെ ബാക്കുവിൽ നിന്നും പറന്നുയർന്ന് വടക്കൻ കോക്കസിലെ റഷ്യൻ നഗരമായിട്ടുള്ള ഗ്രോസ്നിയിലേക്ക് പോവുകയായിരുന്നു എംബ്രയർ 190 എന്ന ഈ വിമാനം. അപകടത്തിന് മുൻപ് തന്നെ വിമാനം പല തവണയായി ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളും തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലാൻഡ് ചെയ്യുന്നതിനിടയിൽ നിലത്ത് ഇടിച്ചിറങ്ങി തീക്കുണ്ടമായി വിമാനം മാറുകയാണ് ചെയ്തത്. അപകടത്തിൻ്റെ കാരണം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആരോപണം ഉയരുന്നത്. എന്നാൽ ഇതിന് തൊട്ട് മുൻപ് മലയാളി കൂടിയായിട്ടുള്ള കാഞ്ഞിരപ്പള്ളി മണിമല സ്വദേശി കൂടിയായിട്ടുള്ള ജിൻസ് എന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു വിവരം നേരിട്ട് കാണുകയുണ്ടായിരുന്നു. ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലിന് സമീപത്താണ് ഈ വിമാനം തകർന്നു വീണതെന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തോട് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്. ജോലി സ്ഥലത്തേക്ക് വാഹനത്തിൽ പോകുമ്പോഴാണ് ഈ വിമാനം ഉണ്ടായത്. കൂടെയുള്ള ആൾ ഇത് നേരിട്ട് കാണുകയും വിമാനം താഴേക്ക് വീഴുന്നത് കാണുകയും ചെയ്തു. തന്നെ വിളിച്ചറിയിച്ചു. വളരെ വലിയ ശബ്ദത്തോടെയാണ് ഇത് ഇടിച്ചിറങ്ങിയത്. ഉടൻ തന്നെ തങ്ങൾ ആ അപകട സ്ഥലത്തേക്ക് ഓടിപ്പോയെങ്കിലും രക്ഷാപ്രവർത്തകരുള്ളത് കൊണ്ട് തങ്ങൾക്ക് രക്ഷാപ്രവർത്തനത്തിൽ കൂടുതലായി ഏർപ്പെടാനും അതിനടുത്തേക്ക് അരികിലേക്ക് പോകാനും സാധിച്ചില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.